On behalf of everyone gathered here, I welcome our next presenter, Ms. Anne Maria Ajan from VBHSS Thrissur. Her presentation reimagines green careers from a systemic perspective, highlighting how sustainability can redefine work culture and professional priorities. She is here to present her ideas on the topic Sustainability and Green Careers, a systemic redefinition of work. Hearty welcome to you, Anne Maria. Today, we are going to discuss about the emerging career opportunities in sustainable energy and green technologies. Have you ever heard about green technologies? Green technologies, green careers. Yeah, this silence is the root cause that I selected. I chose this particular topic for my paper presentation. According to ILO, International Labour Organization, about 96% of the global population is ignorant about green careers. അതായത് ഏകദേശം ലോക ജനസംഖ്യയിലെ 96% ആൾക്കാർക്കും ഗ്രീൻ കരിയേഴ്സ് എന്നുള്ളൊരു സെക്ടർ എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട് എന്നുള്ളത് അറിയില്ല. സോ ഈ ഒരു പേപ്പറിലൂടെ ഞാൻ എയിം ചെയ്യുന്നത് ഗ്രീൻ കരിയേഴ്സിൻ്റെ അബണ്ടൻ്റ് ആയിട്ടുള്ള പോസിബിലിറ്റീസും ഓപ്പർച്യൂണിറ്റീസും നിങ്ങൾക്ക് മുൻപിൽ പ്രസൻറ്റ് ചെയ്യുക എന്നുള്ളതാണ്. Okay, what is green careers? The simple answer is each and every job that is directly or indirectly connected to environmental protection is called green jobs. നമുക്കറിയാം, നമ്മളുടെ പ്രകൃതി സമാനതകളില്ലാത്ത വെല്ലുവിളികൾ നേരിട്ടുകൊണ്ടിരിക്കുകയാണ്. ഈ ഒരു കാലഘട്ടത്തിൽ ഈ ചലഞ്ചസിനെല്ലാം ഒരു ക്വിക്ക് സൊല്യൂഷൻ കണ്ടുപിടിക്കാൻ നമുക്ക് സാധിക്കില്ല. ഈ ചേഞ്ചസിനോടെല്ലാം അഡാപ്റ്റ് ചെയ്യാൻ മാത്രമേ നമ്മളെ കൊണ്ട് സാധിക്കുകയുള്ളൂ. അതുകൊണ്ട് തന്നെ ഈ അഡാപ്റ്റേഷനിൽ കടന്നു വരുന്ന ജോബ്സിനെയാണ് നമ്മൾ ഗ്രീൻ ജോബ്സ് എന്ന് വിളിക്കുന്നത്. ഇനി നമുക്ക് കുറച്ച് കണക്കുകളിലേക്ക് പോകാം. അക്കോർഡിംഗ് ടു ഇന്റർനാഷണൽ ലേബർ ഓർഗനൈസേഷൻ, അബൌട്ട് 28 മില്യൺ ഗ്രീൻ ജോബ് ഷുഡ് ബി ക്രിയേറ്റഡ് വിത്തിൻ 2030. ദെൻ അടുത്ത കണക്കിലേക്ക് പോയി കഴിഞ്ഞാൽ WEF, വേൾഡ് ഇക്കണോമിക് ഫോറം, അബൌട്ട് 8 മില്യൺ ഗ്രീൻ ജോബ് ഷുഡ് ബി ക്രിയേറ്റഡ് വിത്തിൻ 2025. ആൻഡ് ദി ഇൻട്രസ്റ്റിംഗ് തിങ് ഇസ് we have reached about 6.8 million green jobs within October 2025. ഇനി ഈ അടുത്ത ഒരു മാസത്തിനുള്ളിൽ, അതായത് ഡിസംബറിനുള്ളിൽ 8 മില്യൺ ഗ്രീൻ ജോബ്സ് നമ്മൾ ക്രിയേറ്റ് ചെയ്യും എന്നാണ് പറയപ്പെടുന്നത്. ഈ ഒരു പെട്ടെന്നുണ്ടാകുന്ന ഗ്രീൻ ജോബ്സിലുള്ള ഒരു വിപ്ലവകരമായ മാറ്റം, അതിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ഗ്രീൻ ജോബ് ബൂം എന്നുള്ളത്. കുറച്ച് ഡാറ്റാസും കൂടി ഉണ്ട്, അത് യു ക്യാൻ ജസ്റ്റ് ഗോ ത്രൂ ഇറ്റ്. ഓക്കെ, കറൻ്റ്ലി the green jobs in India are mainly considered as divided into three. First of all, technical role, then policy and management, then entrepreneurship. ഇത് ഒബ്വിയസ്ലി നിങ്ങൾക്ക് അറിയായിരിക്കും. ടെക്നിക്കൽ റോൾ എന്ന് പറയുന്നത് വളരെ വാസ്റ്റ് ആയിട്ടുള്ള ഒരു സെക്ഷനാണ്. അതായത് നിങ്ങളുടെ വീട്ടിൽ സോളാർ പാനൽ ഇൻസ്റ്റാൾ ചെയ്യാൻ വരുന്ന ഒരു ടെക്നീഷ്യനിൽ തുടങ്ങി ഒരു റിന്യൂവബിൾ എഞ്ചിനീയറിംഗ് വരെ നീളുന്ന ഒരു വലിയ വാസ്റ്റ് സെക്ടർ. Then the next is policy and management. Policy and management sector is greatly concerned with governmental sector. അതായത് സെൻട്രൽ പൊല്യൂഷൻ കൺട്രോൾ ബ്യൂറോ, സ്റ്റേറ്റ് പൊല്യൂഷൻ കൺട്രോൾ ബ്യൂറോ, ദെൻ നമ്മുടെ കേരളത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ ശുചിത്വ മിഷൻ, ഇതേപോലെയുള്ള മേഖലകളിലും ഇതേപോലെയുള്ള പദ്ധതികളിലുമെല്ലാം കടന്നു വരുന്ന ജോലികളെയാണ് പോളിസി ആൻഡ് മാനേജ്മെൻറ്റ് സെക്ടറിൽ നമ്മൾ മെയിനായിട്ട് ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത്. ദെൻ ദ നെക്സ്റ്റ് ഇസ് ഓൺട്രപ്രണർഷിപ്പ്. ഇത് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളൊരു മേഖലയാണ്. എനിക്ക് തോന്നുന്നു ഹിഡൻ ജെം എന്നാണ് ഓൺട്രപ്രണർഷിപ്പ് ഇൻ ഗ്രീൻ ജോബ്സ് എന്നുള്ളതിൻ്റെ നമ്മൾ ഡിറ്റർമൈൻ ചെയ്യുന്നത്. കാരണം എന്താണെന്ന് വെച്ചാൽ അധികം ആരും എക്സ്പ്ലോർ ചെയ്യാത്തൊരു മേഖലയാണ് ഓൺട്രപ്രണർഷിപ്പ് ഇൻ ഗ്രീൻ ജോബ്സ് എന്നുള്ളത്, എസ്പെഷ്യലി ഇൻ വേസ്റ്റ് മാനേജ്മെൻറ്റ്. അതായത് കേരളത്തിനുള്ളിൽ മാത്രം ഏകദേശം 124ഓളം വേസ്റ്റ് മാനേജ്മെൻറ്റ് കമ്പനീസ് വർക്ക് ചെയ്യുന്നുണ്ട്. ഇവരുടെ എല്ലാവരുടെയും ഒരു ആനുവൽ ടേൺ ഓവർ, ആവറേജ് ആനുവൽ ടേൺ ഓവർ എന്ന് പറയുന്നത് എബവ് 100 crores ആണ്. സോ ഒബ്വിയസ്ലി നിങ്ങൾക്കറിയായിരിക്കും വിപ്രോ എന്നുള്ളൊരു കമ്പനി. വിപ്രോയുടെ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള കഴിഞ്ഞ വർഷത്തെ ആനുവൽ ടേൺ ഓവർ എന്ന് പറയുന്നത് 3000 കോടിയാണ്. സോ വേസ്റ്റ് മാനേജ്മെൻറ്റ് സെക്ടർ അധികം ആരും എക്സ്പ്ലോർ ചെയ്യാത്തത് കൊണ്ട് തന്നെ അവിടെയുള്ള ഓൺട്രപ്രണർഷിപ്പ് പോസിബിലിറ്റീസ് എന്നുള്ളത് വളരെ വാസ്റ്റ് ആണ്. ഓക്കെ, ഇനി നമുക്ക് ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ഗ്രീൻ ജോബ്സിലേക്ക് പോകാം. ഏതൊക്കെ സെക്ടറുകളിലാണ് ഗ്രീൻ ജോബ്സ് ഇങ്ങനെ പരന്നു കിടക്കുന്നത് എന്ന് നമുക്കൊന്ന് ചിന്തിക്കാം. ദ ഫസ്റ്റ് സെക്ടർ ഈസ് എഞ്ചിനീയറിംഗ് സെക്ടർ, ദെൻ കൺസർവേഷൻ സെക്ടർ, then sustainable agriculture and forestry, then renewable energy,
ട്രാൻസ്പോർട്ടേഷൻ സെക്ടർ ആൻഡ് വേസ്റ്റ് മാനേജ്മെൻറ്റ് സെക്ടർ. ഈ ഓരോ സെക്ടറിലും വളരെ വാസ്റ്റ് ആയിട്ടുള്ള, വളരെ ഡൈവേഴ്സ് ആയിട്ടുള്ള, ഒരുപക്ഷെ നിങ്ങൾ ഇതുവരെ കേൾക്കാത്ത, നിങ്ങൾ ഇതുവരെ കാണാത്ത, ഇതുവരെ സൃഷ്ടിക്കപ്പെടാത്ത പോലും തരത്തിലുള്ള ജോബുകൾ നമുക്ക് ഈ 6 സെക്ടറിലായിട്ട് നമുക്ക് പരിചയപ്പെടാം. ദ ഫസ്റ്റ് സെക്ടർ ഈസ് സസ്റ്റൈനബിൾ അഗ്രികൾച്ചർ ആൻഡ് ഫോറസ്ട്രി. എന്താണ് സസ്റ്റൈനബിൾ അഗ്രികൾച്ചർ ആൻഡ് ഫോറസ്ട്രി? ഹാവ് യു എവർ ഹെർഡ് ഓഫ് സസ്റ്റൈനബിൾ അഗ്രികൾച്ചർ? ആരെങ്കിലും കേട്ടിട്ടുണ്ടോ? സുസ്ഥിര കൃഷി. അത് ഇപ്പോൾ ഉയർന്നു വരുന്ന ഒരു റീസെൻറ്റ് ട്രെൻഡാണ്. അതായത് ഡിഫ്യൂസിങ് മോഡേൺ ടെക്നോളജി ഇൻ ടു ട്രഡീഷണൽ അഗ്രികൾച്ചർ. ട്രഡീഷണലായി നമ്മൾ ചെയ്തു വരുന്ന അഗ്രികൾച്ചറിലേക്ക് AI പോലെയുള്ള ഏറ്റവും ന്യൂജൻ ടെക്നോളജീസ് ഡിഫ്യൂസ് ചെയ്യുന്ന ഒരു പ്രോഗ്രാമാണ് ഈ സസ്റ്റൈനബിൾ അഗ്രികൾച്ചർ എന്ന് പറയുന്നത്. ഇവിടെ തന്നെ ഒരുപാട് ജോബ് ഓപ്പർച്യൂണിറ്റീസ് നമുക്ക് കാണാൻ സാധിക്കും. AI ഫാമിംഗ് ഡെവലപ്പർ, ദെൻ അർബൻ ഫോറസ്റ്റർ, റീഫോറസ്റ്റേഷൻ സ്പെഷ്യലിസ്റ്റ്, പെർമകൾച്ചർ അഗ്രോണോമിസ്റ്റ്, ദെൻ ഫോറസ്റ്റ് പ്രൊഡക്ട്സ് എഞ്ചിനീയർ എന്നൊക്കെ തുടങ്ങി ധാരാളം ജോബ് സെക്ടേഴ്സ് ഇതിൽ തന്നെ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. ഇതിലേതെങ്കിലും ജോബുകൾ നിങ്ങൾ ഇതിനു മുന്നേ കേട്ടിട്ടുണ്ടോ, കണ്ടിട്ടുണ്ടോ? പ്ലീസ് ആൻസർ മീ. ഞാൻ ഒന്നില്ലെങ്കിലും ഇവിടെ നിന്ന് പറയുന്നല്ലേ. ഓക്കെ, കേട്ടിട്ടുണ്ടോ ആരെങ്കിലും? സ്റ്റുഡൻസ് ആരും കേട്ടിട്ടില്ല? കേട്ടിട്ടുണ്ട്? യെസ്. അപ്പോൾ വരാൻ പോകുന്ന ഒരു 5 വർഷത്തിനുള്ളിൽ ഭൂമിയെ ഭരിക്കാൻ പോകുന്ന ജോലികൾ എന്നാണ് ഈ ജോലികളെ പറയുന്നത്. ഇനി കമ്മിങ് സ്ലൈഡുകളിൽ നിങ്ങൾക്ക് കുറച്ചുകൂടി ഡിഫറെൻ്റ് ആയിട്ടുള്ള, നിങ്ങൾ ഇതുവരെ കേൾക്കാത്ത ജോലികളെക്കുറിച്ച് നമുക്ക് പരിചയപ്പെടാം. ഓക്കെ, ദെൻ ദ നെക്സ്റ്റ് സെക്ടർ ഇസ് ദ മോസ്റ്റ് ഡൈനാമിക് സെക്ടർ, ദാറ്റ് ഇസ് വേസ്റ്റ് മാനേജ്മെൻറ്റ് സെക്ടർ. വേസ്റ്റ് എന്നുള്ളൊരു ടേം ഇപ്പോൾ വെൽത്ത് എന്നുള്ളൊരു ടേമിലേക്ക് കൺവേർട്ട് ആയിരിക്കുകയാണ്. വേസ്റ്റ് ഇസ് കൺസിഡേർഡ് ആസ് വെൽത്ത്. അതായത് വേസ്റ്റ് മാനേജ്മെൻറ്റിൽ വളരെയധികം റവല്യൂഷണറി ആയിട്ടുള്ള ചേഞ്ചസ് വന്നുകൊണ്ടിരിക്കുകയാണ്. വേസ്റ്റ് മാനേജ്മെൻറ്റിൻ്റെ ഓരോ സെക്ഷനിലും, ഓരോ പോർഷനിലും വാസ്റ്റ് നമ്പർ ഓഫ് ജോബ് ഓപ്പർച്യൂണിറ്റീസ് ആണ് നിങ്ങളെ അവൈറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. റീസൈക്ലിംഗ് സ്പെഷ്യലിസ്റ്റ് മുതൽ മെറ്റീരിയൽ എഞ്ചിനീയറിംഗ് വരെ, വേസ്റ്റ് മാനേജ്മെൻറ്റ് സ്പെഷ്യലിസ്റ്റ് മുതൽ വേസ്റ്റ് മാനേജ്മെൻറ്റ് എഞ്ചിനീയറിംഗ് വരെ, ഇത്രയധികം വാസ്റ്റ് ആയിട്ടുള്ള സെക്ടേഴ്സാണ് നിങ്ങൾ അവൈറ്റ് ചെയ്തിരിക്കുന്നത്. ഇനി ഇതിലേക്കുള്ള ജോബ് ക്വാളിഫിക്കേഷൻസ് എന്തൊക്കെയാണ്, നിങ്ങൾ എന്തൊക്കെ പഠിക്കണം എന്നുള്ളത് നമുക്ക് വരുന്ന സ്ലൈഡുകളിൽ നമുക്ക് ഡിസ്കസ് ചെയ്യാം. ഓക്കെ, ദ നെക്സ്റ്റ് സെക്ടർ ഈസ് ട്രാൻസ്പോർട്ടേഷൻ സെക്ടർ. ഇതും ഒരു ഡൈനാമിക് സെക്ടറാണ്. കാരണം നിങ്ങൾ റോഡിലേക്ക് ഇറങ്ങിക്കഴിഞ്ഞാൽ യു വിൽ സി അറ്റ്ലീസ്റ്റ് 10 to 20 EV വെഹിക്കിൾസ് അല്ലേ. കഴിഞ്ഞ ഒരു 5 വർഷത്തിനുള്ളിൽ നമ്മുടെ റോഡുകളിൽ വന്നൊരു മാറ്റമാണ് EV മെക്കാനിക് ആൻഡ് EV വെഹിക്കിൾ ബൂം എന്ന് പറയുന്നത്. ഇലക്ട്രോണിക് വെഹിക്കിൾസിൻ്റെ ഒരു വലിയ മാറ്റം, ഇലക്ട്രോണിക് വെഹിക്കിൾസിലേക്കുള്ള ഒരു വലിയ മാറ്റം നമുക്ക് കാണാനായി സാധിക്കും. അതുകൊണ്ട് തന്നെ ഇലക്ട്രിക് വെഹിക്കിൾ പോളിസി അനലിസ്റ്റ് മുതൽ EV ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്പ് മുതൽ EV ഇൻഫ്രാസ്ട്രക്ചർ പ്ലാനർ മുതൽ ബാറ്ററി ഡെവലപ്പർ വരെ നീണ്ടു കിടക്കുന്ന വളരെ വാസ്റ്റ് ആയിട്ടുള്ള ഒരു സെക്ടറാണ് ഈ ട്രാൻസ്പോർട്ടേഷൻ സെക്ടർ എന്ന് തന്നെ പറയുന്നത്. ഇപ്പം ടെസ്ല എന്നുള്ളൊരു കമ്പനിയെ പറ്റി നിങ്ങൾ കേട്ടിട്ടുണ്ടാവുമല്ലോ അല്ലേ. ഇലോൺ മസ്കിൻ്റെ ടെസ്ല ലാസ്റ്റ് ഇയറിൽ മാത്രം റിക്രൂട്ട് ചെയ്ത ബാറ്ററി സ്പെഷ്യലിസ്റ്റുകളുടെ, അതായത് ബാറ്ററി ഡെവലപ്പിങ്ങിന് വേണ്ടിയിട്ടുള്ള ബാറ്ററി റിസർച്ചേഴ്സിൻ്റെ എണ്ണം എന്ന് പറയുന്നത് ഏകദേശം 10,000 ആണ്. 10,000 ആൾക്കാർക്കാണ് ടെസ്ല ഒരൊറ്റ വർഷം കൊണ്ട് ജോലി കൊടുത്തത്. അതുകൊണ്ട് നമ്മൾ ഇതിനെപ്പറ്റി അറിയണം, നമ്മൾ ഇതിനെപ്പറ്റി ചിന്തിക്കണം, നമ്മൾ ഇതിനെപ്പറ്റി പഠിക്കണം. നമ്മൾ ഇതിലേക്ക് തീർച്ചയായും പുതിയ തലമുറയെ, പ്രത്യേകിച്ച് സ്റ്റുഡൻസ്, നിങ്ങളോടാണ് ഞാൻ പറയുന്നത്, നിങ്ങൾ ഇതിലേക്ക് കൂടുതൽ എക്സ്പ്ലോർ ചെയ്യണം. ഓക്കെ, സോ ദ നെക്സ്റ്റ് സെക്ടർ ഇസ് റിന്യൂവബിൾ എനർജി സെക്ടർ. ഐ തിങ്ക് ദിസ് ഇസ് ദ മോസ്റ്റ് നോർമലൈസ്ഡ് സെക്ടർ എവർ. കാരണം ഒരു 5 വർഷം മുൻപേ നമുക്ക് സോളാർ എന്നുള്ളൊരു കോൺസെപ്റ്റേ നമ്മുടെ മനസ്സിലില്ലായിരുന്നു. പക്ഷേ ഇപ്പോൾ എനിക്ക് തോന്നുന്നു ഇവിടെ ഇരിക്കുന്നവരിൽ ഒരു അറ്റ്ലീസ്റ്റ് 20 to 30% ആൾക്കാരുടെ വീട്ടിലും സോളാർ പാനൽസ് ഉണ്ടാകും അല്ലേ. സോ സോളാർ എഞ്ചിനീയറിംഗ് മുതൽ വിൻഡ് എഞ്ചിനീയറിംഗ് മുതൽ ഹൈഡ്രോ ഇലക്ട്രിക് എഞ്ചിനീയറിംഗ്, ദെൻ ജിയോ തെർമൽ എഞ്ചിനീയറിംഗ് എന്നൊക്കെ പറഞ്ഞ് ധാരാളം വാസ്റ്റ് സെക്ടേഴ്സ് നമ്മുടെ റിന്യൂവബിൾ എനർജിയിൽ തന്നെ നമുക്ക് കാണാനായി സാധിക്കും. അടുത്തത് കൺസർവേഷൻ സെക്ടറാണ്. കൺസർവേഷൻ സെക്ടർ മെയിൻലി ഇൻക്ലൂഡ്സ് വൈറ്റ് കോളർ ജോബ്സ്. നിങ്ങളെല്ലാവരും അന്വേഷിക്കുന്ന ഗ്രീൻ കരിയേഴ്സിലെ വൈറ്റ് കോളർ ജോബ്സ് ആണ് നമുക്ക് കൺസർവേഷൻ സെക്ടറിൽ കാണാനായി സാധിക്കുന്നത്. എൻവയോൺമെൻറ്റൽ സയൻറ്റിസ്റ്റ്, എൻവയോൺമെൻറ്റൽ എഡ്യൂക്കേഷൻ, ഗ്രീൻ ബിൽഡിംഗ് കൺസൾട്ടൻറ്റ്. നിങ്ങൾ ആരെങ്കിലും കേട്ടിട്ടുണ്ടോ ഗ്രീൻ ബിൽഡിങ്ങിനെ പറ്റി? ഗ്രീൻ ബിൽഡിംഗ് ആരും കേട്ടിട്ടില്ല? ഇതുവരെ ആരും കേട്ടിട്ടില്ല? ഓ മൈ ഗോഡ്. ഗ്രീൻ ബിൽഡിംഗ് എന്ന് പറയുന്നത് വളരെ സസ്റ്റൈനബിൾ ആയിട്ട് നിർമ്മിക്കുന്ന ബിൽഡിങ്സിനെ പറയുന്ന പേരാണ് ഗ്രീൻ ബിൽഡിംഗ് എന്ന് പറയുന്നത്. കംപ്ലീറ്റ്ലി ഇക്കോ ഫ്രണ്ട്ലി ആയിരിക്കും. അതിൻ്റെ എല്ലാ എനർജി സോഴ്സസ് എല്ലാം കംപ്ലീറ്റ്ലി നാച്ചുറൽ ആയിരിക്കും. ഈ ഗ്രീൻ ബിൽഡിംഗ് കൺസൾട്ടൻ്റ് എന്ന് പറയുന്നത് വളരെ മികച്ചൊരു ജോബ് ഓപ്പർച്യൂണിറ്റി ആയിട്ട് ബാംഗ്ലൂർ ഉൾപ്പെടെയുള്ള മെട്രോപൊളിറ്റൻ സിറ്റികളിൽ വളർന്നു വരുന്ന ഒരു കരിയറാണ്.
ഗ്രീൻ ബിൽഡി എന്ന് പറയുന്ന ഒരു കമ്പനി ഉണ്ടായിരുന്നു. അവർ ലാസ്റ്റ് ഇയർ മാത്രം നിർമ്മിച്ചു നൽകിയ ഗ്രീൻ ബിൽഡിങ്ങുകളുടെ എണ്ണം എന്ന് പറയുന്നത് 1624. അതുകൊണ്ട് അത് വളരെ റവല്യൂഷണറി ആയിട്ടുള്ളൊരു ചേഞ്ചിലേക്ക് കടക്കുന്ന ഒരു മേഖലയാണ്. സോ ദ നെക്സ്റ്റ് സെക്ടർ ഈസ് എഞ്ചിനീയറിംഗ് ആൻഡ് ടെക്നോളജി. ഇവിടെ എഞ്ചിനീയറിംഗ് പഠിക്കണം എന്ന് ആഗ്രഹമുള്ള ആരെങ്കിലും ഉണ്ടോ? എഞ്ചിനീയറിംഗ് പഠിക്കണം? യെസ്. അപ്പോൾ താങ്കൾക്ക് പറ്റിയ ഏറ്റവും നല്ല മേഖലയാണ് എഞ്ചിനീയറിംഗ് ആൻഡ് ടെക്നോളജി എന്നുള്ളത്. ജസ്റ്റ് സിവിൽ എഞ്ചിനീയറിംഗും മെക്കാനിക്കൽ എഞ്ചിനീയറിംഗും ഇലക്ട്രോണിക് എഞ്ചിനീയറിംഗും എല്ലാം എടുക്കുന്നതിനേക്കാൾ ഉപരി നിങ്ങൾക്കൊരു ഗ്രീൻ എഞ്ചിനീയർ ആകാനുള്ള എല്ലാ തരത്തിലുള്ള സൗകര്യങ്ങളും നമ്മുടെ ഗ്രീൻ കരിയേഴ്സ് ഇവിടെ നിങ്ങൾക്ക് മുന്നിൽ പുട്ട് ഫോർവേഡ് ചെയ്യുന്നുണ്ട്. ഓക്കെ, ഇനി ഒരുപാട് NGOസും ഒരുപാട് ഇൻ്റർനാഷണൽ ഏജൻസീസും ഒരുപാട് ഗവൺമെൻറ്റൽ ഓർഗനൈസേഷൻസുമാണ് നിങ്ങൾക്ക് ഗ്രീൻ ജോബ്സ് പ്രൊവൈഡ് ചെയ്യാൻ വേണ്ടി വെയിറ്റ് ചെയ്യുന്നത്. സം ഓഫ് ദം ആർ ടെസ്ല, വിപ്രോ, ഇക്കോറിക്കോ, ദെൻ ഗ്രാവിറ്റ, ആൻ്റണി വെയ്സ്, കൺസർവേഷൻ ഇൻ്റർനാഷണൽ എന്നൊക്കെ പറഞ്ഞ് ധാരാളം ഇൻ്റർനാഷണൽ NGOs ആൻഡ് കമ്പനീസ് നിങ്ങളെ അവൈറ്റിംഗ് ആണ്. ഓക്കെ, സോ നമ്മൾ ഏറ്റവും അധികം കോൺസെൻട്രേറ്റ് ചെയ്യേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് ഗ്യാപ്സ് ഇൻ ഗ്രീൻ കരിയേഴ്സ് ആണ്. ദർ ഇസ് എ ഷോർട്ട് ഫോൾ ഓഫ് 1.2 million ട്രെയിൻഡ് പ്രൊഫഷണൽസ് എവറി ഇയർ. ഫോർ എക്സാമ്പിൾ, ഒരു എക്സാമ്പിൾ പറയാം. സെൻട്രൽ പൊല്യൂഷൻ കൺട്രോൾ ബ്യൂറോയിലേക്ക് ലാസ്റ്റ് ഇയർ ഒരു എക്സാം നടന്നു. 12 ആസ്പിറൻസ് പങ്കെടുത്തു. 12 ആസ്പിറൻസിനും ജോലി കിട്ടിയില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ അവർക്ക് ഗ്രീൻ സ്കിൽസ് ഇല്ല എന്നായിരുന്നു ഇൻ്റർവ്യൂ ബോർഡ് പറഞ്ഞത്. അതുകൊണ്ട് തന്നെ ഏകദേശം 8 വർക്കേഴ്സിൽ ഒരാൾക്ക് മാത്രമേ ഗ്രീൻ സ്കിൽ ഉള്ളൂ എന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. ഈ ഒരു ഷോർട്ട് ഫാളിനെ മാക്സിമം യൂട്ടിലൈസ് ചെയ്തുകൊണ്ട്, മാക്സിമം നിങ്ങളതിനെ എക്സ്പ്ലോയിറ്റ് ചെയ്തുകൊണ്ട് തീർച്ചയായിട്ടും ഒരുപാട് കരിയേഴ്സ് നിങ്ങൾക്ക് കണ്ടെത്താൻ സാധിക്കും. ഐ എം കൺക്ലൂഡിങ് മൈ വേർഡ്സ്. As we conclude, one truth becomes clear that green careers is not an option anymore, it is a necessity. As students, as future leaders, it is our duty to protect our mother nature, and let us walk forward with a strong belief that the slightest change made by you and me, that is multiplied by billions of people, can change the destiny of our world. Thank you. Thank you, Anne Maria.